എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥന രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടിയും ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. യേശുവിൽ നമുക്ക് കൂടുതൽ ബലപ്പെടാം. അപ്പോസ്തല പ്രവൃത്തിയിലൂടെയുള്ള ഈ യാത്ര നമ്മുടെ ജീവിതത്തെ അഭിഷേകം കൊണ്ടും കൃപ കൊണ്ടും നിറക്കുവാൻ മതിയായതാണ്. ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നമ്മൾ ശരിയല്ല, പെശകാണ്, ആള് ശരിയല്ല, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെ പറയുന്ന ഒത്തിരി കാര്യമുണ്ട്. അവർ പറയാത്തത് എന്താണ്? അവർ 10 കാര്യം ഒന്ന് എഴുതിയേ. നിങ്ങൾക്കും എനിക്കും ഒരു വലിയ അഭിമാനം ഉണ്ടാവും. ചില ഏരിയകളിൽ അവർ മിണ്ടുന്നില്ല. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമാണ്. ചിലര് നമുക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ പലതാണെങ്കിലും അവർ പറയാത്ത പലതുമുണ്ട്. അതിനെ കണ്ടുപിടിച്ച് ഒരു 10 കാര്യം കണ്ടുപിടിച്ച് അവര് നമ്മൾ അഹങ്കാരികളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളുണ്ടല്ലോ, അതവർ പറയില്ല, ഉപകാരികളാണെന്ന് പറയില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ചില നല്ല കാര്യങ്ങളില്ലേ മറ്റുള്ളവർ പറയാത്തത്, ഒരു 10 എണ്ണം കണ്ടുപിടിച്ചിട്ട് അത് ഓർത്ത് അഭിമാനിക്കും. മറ്റുള്ളവർ പറയുന്നത് കേട്ട് തളർന്നിരിക്കുകയല്ലേ, അതവിടെ നിർത്ത്. മറ്റുള്ളവർ പറയാത്ത ഒരു 10 കാര്യം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടുപിടിക്കും. അതാരും നിങ്ങളെക്കുറിച്ച് പറയാനില്ല. ആരോടും ചോദിച്ചാൽ അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. നിങ്ങളെ നല്ല കാര്യങ്ങൾ ആരും പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാകത്തില്ല. എന്നാൽ അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ നമ്മെ തന്നെ പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള കൃപ യേശു നമുക്ക് തരട്ടെ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരാമല്ലോ. അതിൽ പൗലോസ്, ബർന്നബാസ് ഇവര് യെരുശലേമിലെ സഭയിലേക്ക് പോയി. അന്ത്യോക്യ സഭയിൽ ഇപ്പോൾ നല്ല ഉണർവ് നടക്കുകയാണ്. അന്ത്യോക്യ സഭയിൽ ഇവർ പല യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് അന്ത്യോക്യ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ആ സഭയെ കലക്കാൻ കുറച്ച് പേര് രംഗത്ത് വന്നു. എന്താ അവർ പറയുന്നത്? മോശയുടെ ന്യായപ്രമാണ പ്രകാരം കാര്യങ്ങൾ പോകണം. അതായത് മനുഷ്യന് ഒരു ഗുണവും ചെയ്യാത്ത, മനുഷ്യന് രക്ഷപ്പെടാൻ അവസരമില്ലാത്ത ന്യായപ്രമാണം, പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രം തരുന്ന ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിലോട്ട് ജനങ്ങളെ മടക്കി കൊണ്ടുപോകാൻ നോക്കുന്ന, കുറെ നിയമങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന കുറച്ച് പാരമ്പര്യക്കാർ. സഭകളിൽ പലപ്പോഴും ഇങ്ങനെയുള്ളവർ ഭയങ്കര തലവേദനക്കാരാണ്. അവർ പറയും അത് ശരിയല്ല, ഇത് ശരിയല്ല, മറ്റേതാണ്, ആദ്യത്തെയാണ് നല്ലത്, പണ്ടത്തെ പാട്ടല്ലേ പാട്ട്, പണ്ടെന്തൊരു പാട്ടായിരുന്നു. പണ്ടത്തെ അപ്പച്ചന്മാർ ആ ചാണകം ഇടിയ തറയിലിരുന്ന് അവർ ഓല ഷെഡിലിരുന്നാണ് പാടിയിരുന്നത്. അന്നത്തെ പാട്ടാണ് ഒരു ഒന്നൊന്നര പാട്ടാണ്. ആ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ട് പോലത്തെ ഒരു പാട്ട്. വാസ്തവമായിട്ട് സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഇന്നത്തെ പാട്ടും പാടണ്ടേ? പുതിയ തലമുറകൾക്ക് പറ്റിയ പാട്ട് വേണ്ടേ? ശരിക്കും പറഞ്ഞാൽ പഴയ പാട്ട് നല്ല ക്ലാസിക്കലാണ്, കേൾക്കാൻ നല്ലതാണെങ്കിലും അതിൻ്റെ അർത്ഥമൊന്നും ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയില്ല. കട്ടി മലയാളം ഒന്നും മനസ്സിലാകാറില്ല. ഇംഗ്ലീഷ് പിന്നെയും മനസ്സിലാകും, ഹിന്ദി പിന്നെയും മനസ്സിലാകും, ഒന്നുകൂടി പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാകുന്നുണ്ട്. ഇത് ചില മലയാള വാക്കുകൾ എങ്ങനെ പിടികിട്ടാനാണ്? സോപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെ സോപ്പിൻ്റെ മലയാളം എന്താണ്? സുഗന്ധപൂരിത പദയുൽപാദന പിണ്ഡമെന്ന്. സോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ, അതെല്ലാവർക്കും അറിയാം. പോരാ, ചിലർ സമ്മതിക്കൂല, ഞങ്ങൾ മലയാളമേ പറയൂ. സുഗന്ധപൂരിത പദയുൽപാദന പിണ്ഡം. ഇങ്ങനത്തെ കുറെ ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാകും. അവർക്ക് പഴയ പാട്ട് പാടണം, പഴയ താളം വേണം, പുതിയ പാട്ട് പാടിയാൽ അവർ കയ്യും കെട്ടി നിൽക്കും. പാടില്ല.
അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പൊതുവെ ചില പഴയ പാട്ടുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ കൈയടിക്കുന്നത് കാണാം, അവർ കൈപൊക്കുന്നത് കാണാം. പഴയ പാട്ട് വരുമ്പോൾ ഞാൻ പഴയ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കാറുണ്ട്. അവരുടെ സന്തോഷവും, പഴയതിൽ മാത്രം ജീവിക്കുന്നവർ, ശരിയായതിലേക്ക് കാലൂന്നാൻ താല്പര്യമില്ലാത്തവർ. ഇതായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിലും നമ്മൾ കാണുന്ന ആൾക്കാർ. അവർക്ക് ഞങ്ങളുടെ പഴയ മോശയുടെ സംഭവം വേണം, പരിച്ഛേദന വേണം. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ജീവൻ ചൊരിഞ്ഞ് വീണ്ടെടുത്ത ദൈവകൃപയ്ക്ക് മോശയുടെ കൈത്താങ്ങൽ കൂടി വേണമെന്ന്. എന്തൊരു ബുദ്ധിമുട്ടാണ്! ഇവരെ കൊണ്ട് ഭയങ്കര മെനക്കേടാ. പൗലോസും ബർണബാസും യെരുശലേമിലെത്തി. പത്രോസ് എഴുന്നേറ്റെന്ന് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. പത്രോസ് പറഞ്ഞതിൻ്റെ പുറകെ യാക്കോബ് എഴുന്നേറ്റെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചു. പത്രോസിൻ്റെ കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് എന്താ പറഞ്ഞത്? 14 മുതൽ, സഹോദരന്മാരെ, എൻ്റെ വാക്ക് കേട്ടോളുവിൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങൾ ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവർ എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. ഇത് പൂർവകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ ഇരിക്കണം. ജാതികൾ യഹൂദനാകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവര് പറയുന്നത് ജാതികളിൽ നിന്ന് വരുന്നവർ യഹൂദന്മാരായ ശേഷം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ച് വിശ്വാസിയായാൽ മതി. കാരണം ഇവരുടെ അകത്ത് ഈ ചിത്രം വരാൻ കാരണം യഹൂദന്മാരാണ് ആദ്യം വിശ്വാസത്തിൽ വന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നവരെല്ലാം പരിച്ഛേദനയേക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവർ വന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തി മുഴുവനും നമുക്ക് കാണാം. ദൈവം കൊണ്ടുവരുന്നവരെ ശല്യപ്പെടുത്തുന്ന, ദൈവം കൊണ്ടുവരുന്നവർക്ക് ഇടർച്ച കൊണ്ടുവരുന്ന കുറെ കാര്യങ്ങളാണ് യെരുശലേമിലെ സഭയിലുണ്ടായത്. ഉപദേശപരമായി ഈ കൂട്ടർ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ പൗലോസ് ശക്തമായിട്ട് എഴുതുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി ഒരു ദൂതനാകട്ടെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഈ ന്യായപ്രമാണം അനുസരിക്കാൻ അതിലൂടെ മാത്രമേ രക്ഷയുള്ളെന്ന് പഠിപ്പിക്കുന്നവർ പറയുന്നത് കേൾക്കരുത്. അത് പറയുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. പിന്നത്തേതിൽ പൗലോസ് പറയാനുള്ള തൻ്റെ ഇടമുള്ളവനായി. എന്നാൽ ഈ സമയത്ത് പൗലോസിന് അത്രയും ധൈര്യമില്ല. തുടക്ക സമയങ്ങളാണ്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. അവൻ ശപിക്കപ്പെട്ടവനാണ്. അതായത് യേശു ക്രിസ്തു നിവർത്തിച്ച കാൽവരി യാഗത്തെ ഇനി ഒരാളുടെ സഹായം കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. യേശു സകലത് നിവർത്തിയാക്കി. യേശു മാനവജാതിക്ക് വേണ്ടി രക്തം ചിന്തി. യേശുവിന് ഊന്നുവടിയുടെ ആവശ്യമില്ല. അതായത് യേശുവിന് നടക്കാൻ ഒരു ഊന്നുവടി, ന്യായപ്രമാണത്തിന്റെ ഒരു ഊന്നുവടി, അതിൻ്റെ ആവശ്യമില്ല. യേശുവിന് ആരുടെ സപ്പോർട്ട് വേണ്ട? മോശയുടെ കൈത്താങ്ങൽ വേണ്ടെന്ന്, പഴയ നിയമത്തിലുള്ള ഭക്തന്മാരുടെ കൈത്താങ്ങൽ വേണ്ടെന്ന്. അവര് പരാജയപ്പെട്ടിടത്താണ്, അവര് തോറ്റുപോയിടത്താണ് യേശു കർത്താവ് വന്ന് കാൽവരി കുരിശിലെല്ലാം നിവർത്തിച്ചത്. മനുഷ്യർക്ക് കഴിയില്ലെന്ന്. അതുകൊണ്ട് പത്രോസിന്റെയൊക്കെ ഭാഷ, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതിൻ്റെ അർത്ഥം മോശയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഈ സത്യത്തെ സത്യമായിട്ട് തന്നെ തുടരുക. ചിലർ വന്ന് പറയും, ഇന്ന വസ്ത്രം തന്നെ ധരിക്കണം.
അപ്പോൾ അതിന് വാക്യം ചോദിച്ചാൽ അത് വെളിപ്പാട് പുസ്തകത്തിലാണ് വാക്യങ്ങളുള്ളത്. ജയിക്കുന്നവന് വെള്ള കൊടുക്കും. ജയിക്കുന്നവന് വെള്ള ദൈവം കൊടുക്കുന്നതാണ്. ജയിക്കാത്തവൻ എന്തിനാ വെള്ള കൊടുക്കുന്നേ? വെള്ള നല്ലതാണ്, എല്ലാവരും ഉടുക്കണം. എന്നാൽ എല്ലാ കളറും ദൈവം ഉണ്ടാക്കിയതാണ്. ജയിക്കുന്നവന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം വെള്ള തരട്ടെ. അത് തോറ്റവനും ജയിച്ചവനും എല്ലാം കൂടി ഇതിട്ടുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇതിലൊന്നും ഇങ്ങനെയുള്ള നിർബന്ധങ്ങളും, മാസ്ക് ഇറങ്ങിയ കാലത്ത് ഉടനെ എല്ലാവരും കൂടി സഭയിൽ നിയമം വന്നു. കോവിഡ് കാലത്ത് വെള്ള മാസ്ക് ധരിച്ചേ സഭയിൽ വരാവൂ. കളർ മാസ്ക് ധരിച്ചവർ അത് വെളിയിൽ കളയുക. സഭയിൽ പാസ്റ്റർ മേടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാ മാസ്കുമായിട്ട് എന്നാ ബന്ധമാണ്? എന്തെല്ലാം കാര്യങ്ങളാണ്. പിന്നെ സ്വർണത്തോട് ഭയങ്കര അലർജി. സ്വർണം എന്താ തെറ്റേ ചെയ്തേ? മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ടാണ് കർത്താവ് പത്മോസിൽ വന്നത്. സ്വർണ്ണ തെരുവീതിയൊക്കെ എന്നാണ് പാട്ടുകൾ മുഴുവനും. സ്വർഗത്തിൽ കാലെടുത്ത് കുത്താൻ പറ്റുമോ ഇങ്ങനെ ഉപദേശിക്കുന്നവർക്ക്? എന്തിനു പറയണം? ഏത് കൺവെൻഷൻ്റെ നോട്ടീസും അവരുടെ മാഗസിൻ ഇറക്കിയാൽ, ഏത് ചർച്ചുകാരുടെ മാഗസിൻ ഇറക്കിയാൽ സ്പോൺസർ ചെയ്യുന്നത് ജോയി ആലുക്കാസും ജോസ് ആലുക്കാസും ഒക്കെയാണ്. അവരുടെ പൈസ വേണം, എന്നിട്ട് അവർക്കെതിരെ പറയുകയും ചെയ്യും. സ്വർണ്ണമായിട്ട് തന്നെ ബന്ധം. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ കുറച്ച് സ്വർണ്ണമൊക്കെ മേടിച്ചു വെക്ക്, അതിലൊന്നും ഒരു തെറ്റില്ല. പിന്നെ ഇതെല്ലാം കൂടി കഴുത്തേ കൂടി ചുമന്ന് നടക്കുന്നതിനെ അതാരും അംഗീകരിക്കാറില്ല. എന്നാൽ മാന്യമായിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിനെ വിമർശിച്ച് ഇതിനെതിരെയെല്ലാം നിങ്ങളുടെ മുടി പിന്നരുത്, മുടി പിന്നാതെ മുടി അഴിച്ചിട്ടിട്ട് സഭയിൽ വന്നാൽ എങ്ങനെയുണ്ടാവും? മാന്യമായ വസ്ത്രം ധരിച്ച്, ഏത് വസ്ത്രമാണെങ്കിലും മാന്യമായി ധരിക്കുക. അത് ദൈവവചനപ്രകാരമുള്ളതുപോലെ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ കൊച്ചു കേരളത്തിലെ മലയാളിക്കരയിൽ മാത്രമുള്ള ഉപദേശങ്ങൾ. ബാക്കിയുള്ളവരാരും സ്വർഗത്തിൽ പോകില്ല, വിദേശികൾ സ്വർഗത്തിൽ പോകില്ല. വെള്ളയുടുത്തവർ മാത്രമേ 144,000 പേര്. ഇങ്ങനെയുള്ള ഉപദേശങ്ങളെ മുറുകെ പിടിച്ച് രക്ഷയിലേക്ക് വന്നവരെ പോലും പിന്മാറ്റത്തിൽ വിട്ട മലയാളികൾ, അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷാവിധി എന്തായിരിക്കും? എത്രയോ പേര് സ്വർണത്തിൻ്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഒത്തിരി വിശ്വാസത്തിൽ വന്നവരെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പറഞ്ഞു വിട്ടവരുണ്ട്, ഉപദേശമെന്ന പേര് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം പാപമാണ്. അവർ വരട്ടെ. ഇനി സ്വർണം ഊരണമെങ്കിൽ അവർക്ക് ദൈവം ഒരു നിയോഗം കൊടുത്ത ഊര്, നല്ല കാര്യം. ഈ സ്വർണം ഊരാനായിട്ട് ദൈവം പറഞ്ഞെങ്കിൽ അത് ചെയ്യണം. അല്ലാതെ ഇതൊരു ഉപദേശമാക്കി വെക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെള്ള ധരിക്കുന്നത് മനോഹരമാണ്, എന്നാൽ വെള്ള ധരിക്കുവാൻ ഒരാൾക്കൊരു നിയോഗമുണ്ടായാൽ ചെയ്യണം. ഇതൊരു ഉപദേശമാക്കരുത്. എല്ലാ കാര്യങ്ങളും ഉപദേശമാക്കരുത്. ജാതികൾ വരട്ടെ, വിശ്വാസത്തിൽ വരാത്തവർ വരട്ടെ. ചിലപ്പോൾ നമ്മുടെ ചർച്ചിൽ വരുന്നൊരുത്തൻ താടി മീശയും വലുതായിരിക്കും. അവനെ കൂട്ടായ്മയിലേക്ക് അംഗീകരിക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ അത് മാറ്റും. ശരിയായ ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ അവന് മനസ്സിലാകുമ്പോൾ അവൻ പതുക്കെ അതങ്ങോട്ട് മാറ്റിക്കോളും. പിന്നെ ടാറ്റു കുത്തിയവരുണ്ടാകും, പല രീതിയിൽ ജീവിച്ചവരുണ്ടാകും. അവരുടെ ശരീരത്തിൽ ആ ടാറ്റു കുത്തിയ ആ പാടുകിടപ്പുണ്ടാകും. അതിനെ നോക്കിക്കൊണ്ട് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കേണ്ട. ഒരു മനുഷ്യൻ്റെ പുറമേ അല്ല, അകമെയാണ് കർത്താവ് കാണുന്നത്. എല്ലാ തരത്തിലുള്ളവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയും, എന്താ, ഞങ്ങൾ ഒത്തിരി പേരെ ഒന്നും എടുക്കില്ല, ഉള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്ന ഡയലോഗ് പറഞ്ഞ് രക്ഷപ്പെടാം. ഒരു വളരുന്ന സഭ കാണാൻ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കഴിയില്ല. എന്നിട്ട് ദാരിദ്ര്യവും പറഞ്ഞ് ജീവിക്കാം. ആത്മാക്കളെ നേടണം, എല്ലാ തരത്തിലുള്ളവരെ ഉൾക്കൊള്ളണം. ഇവിടെ ജാതികൾ വിശ്വാസത്തിലേക്ക് കൂട്ടമായി വന്നപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒതുക്കാനുള്ള പരിപാടിയാണ് യെരുശലേം സഭയിലുള്ള കുറച്ച് പേർ പദ്ധതിയിടുന്നത്. അവർ പറയുന്നത് മോശയുടെ പരിപാടി ചെയ്യണമെന്നാണ്.
യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് നീതീകരണം. ഇന്ന് ഞാൻ ഇത്രയും തുറന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആരോടും തർക്കിക്കാനോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പോകരുത്. ഇതിനെക്കുറിച്ച് ആരോടും മിണ്ടണ്ട. ഈ ഒരു ടോപ്പിക്കേ ഇടണ്ട. ഇതൊക്കെ തർക്കിക്കാനുള്ളതല്ല. അപ്പം ഇത് തന്നെ പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവർ, അവർ വളരെയധികം കർത്താവിലോട്ട് തിരിയാനുണ്ട്. മറ്റുള്ളവരോട് മനസ്സലിവും അനുകമ്പയോടെയും മാത്രമേ നമുക്ക് അവരെ നേടാൻ കഴിയൂ. ചിലർ വരുമ്പോൾ തന്നെ മാറ്റങ്ങൾ മുഴുവനും ഉണ്ടാകും. ചിലർ നാളുകളെടുക്കും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. അതുകൊണ്ട് അവർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. അവരോട് നമ്മൾ കരുണ കാണിക്കണം. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലരോട് കരുണ ചെയ്യണമെന്ന്, അവരോട് കരുണ കാണിക്കണം. യൂദായുടെ ലേഖനത്തിൽ പറയണം, ആ കുടുംബം രക്ഷപ്പെടട്ടെ. അവരോട് നമ്മൾ മനസ്സലിവ് കാണിക്കണം. യേശുവിലേക്ക് അവർ വരട്ടെ. അവരുടെ ജീവിതം രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്ന് ദൈവസഭകളെ മറിക്കാൻ നോക്കുന്ന എല്ലാ പൈശാചിക പ്രവണതകളെയും അന്നും ഇന്നും, അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇന്നത്തെ അപ്പോസ്തലന്മാരും അതിനെ എതിർക്കുന്നു. നമുക്ക് ദൈവരാജ്യം പണിയാം. കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ ചുവടുവെക്കാം. പ്രാർത്ഥിക്കാം. യേശുവേ, ശരിയായ ഒരു ദൈവസഭ, ശരിയായ ഒരു കൂട്ടായ്മ, ശരിയായ ഒരു ഉപദേശം, ആ ഉപദേശത്തിൽ നിന്നുകൊണ്ട് എല്ലാ മനുഷ്യരെ ഉൾക്കൊണ്ട് എല്ലാവരെയും ഹൃദയം തുറന്ന് സ്നേഹിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനും അവരെ ശുശ്രൂഷയിൽ നടത്താനും അവരെ ബലപ്പെടുത്തുവാനും ഏത് മാർഗത്തിലുള്ളവരെയും ഏത് തരത്തിലുള്ളവരെയും ഉൾക്കൊണ്ട് അവരെ പണിതെടുക്കുവാനും ദൈവസഭകൾക്ക് കൃപ കൊടുക്കണമേ. ഞങ്ങളിന്നായിരിക്കുന്ന സഭകളിലുള്ള എല്ലാ തെറ്റായ സമ്പ്രദായങ്ങളും സഭകൾ വിട്ടുമാറട്ടെ. പകരം മാതൃകയുള്ള വിശ്വാസത്തിൻ്റെ ചുവട് വെക്കുന്ന സഭകൾ എഴുന്നേറ്റ് വരട്ടെ. അതിനായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ വലിയ കൃപ നമുക്കുണ്ടാകട്ടെ. നമ്മൾ ഈ വായിക്കുന്ന ഭാഗത്ത് തന്നെ ഇന്ന് കാണുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ വായിക്കുന്ന ഭാഗങ്ങളിലെല്ലാം കാണാം. എന്നാൽ അവരതിനെയെല്ലാം കൈകാര്യം ചെയ്തു. അതാണ് നമ്മൾ കാണുന്നത്. അടുത്ത ദിവസം നമുക്കതിനെക്കുറിച്ചൊന്ന് വായിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.